പാടാമേ, എനിക്ക് പാടാനൊന്നും അറിയില്ല, അല്ല കളിയൊക്കെ എടുത്ത് സൗണ്ടൊന്നുമില്ല. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്നെ സംബന്ധിച്ച് ഈ 2 വരികൾ എൻ്റെ ജീവിതമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് ദ ഹോൾ ട്രിനിറ്റി, അതിൻ്റെ മലയാളർത്ഥം പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയായിരിക്കട്ടെ. എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം സ്നേഹിക്കുന്ന ദൈവത്തെയാണ്. ദൈവം കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഉള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോൾ കണ്ട ഇപ്പോൾ ഈ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഇന്നലെ എനിക്ക് 1K അടിച്ചു. അതിന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എന്നെ 1K ആവാൻ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും ബിഗ് താങ്ക്സ്, നന്ദി അറിയിക്കുന്നു. ഞാൻ നെക്സ്റ്റ് വീക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ പറഞ്ഞ 3 ഓർക്കിഡിയം ഡെൻഡ്രോബിയം വിത്ത് ബഡ് 3 പേർക്ക്, പിന്നെ 3 പ്ലാന്റ് വേറെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതടുത്ത് ഞാൻ നെക്സ്റ്റ് വീക്ക് തരുന്നതായിരിക്കും. ഇപ്പം നാളെ ഞാൻ ഒരു വീഡിയോ കൂടി ഇടും. എന്നിട്ട് അതിൽ അയാൾക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ മൺഡേ പ്ലാന്റ് അയക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഒരു സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ കണ്ട ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ കുറച്ച് വെള്ളമൊക്കെ വന്നത് കണ്ട. ഇപ്പോൾ ഈ കാലത്ത് തരുന്ന കാലത്ത് ഒരു സന്തോഷം വന്നാൽ എനിക്ക് അപ്പോൾ ദുഃഖം ഉണ്ടായിരിക്കും. അതെൻ്റെ ലൈഫ് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ദുഃഖമില്ല. കാരണം എന്നറിയോ, ഇതിൻ്റെ ഓക്കിൽ വെച്ച് ഒരു ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ അടിയിൽ 4 തടിച്ചാണ് ഞാൻ ഓക്കിൽ വെച്ചേക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇന്ന് കാലത്ത് 10 മുതൽ 12 വരെ സൗണ്ട് കയറി പോകും. മഴയത്തിൽ വിട്ടു പോകാൻ ഞാൻ വീട്ടിൽ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കയറി എൻ്റെ ഈ പറമ്പിൽ. എന്നിട്ട് എൻ്റെ ഞാൻ കാണിച്ചു തരാം. കാണുന്ന പോർഷൻസിൽ ഇവിടെ ഞാൻ ഇവിടെയൊക്കെ വെള്ളത്തിൽ മുങ്ങിയ പ്ലാന്റൊക്കെ എൻ്റെ അവിടെ ചെയ്യുന്ന പ്ലാന്റ്സുകളൊക്കെ നീക്കം ചെയ്യലും എന്താ പറയുക. അങ്ങനെ 2 മണിക്കൂർ ഇടിവെട്ട് മഴ നോക്കിയില്ല ഞാൻ. എനിക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ വെള്ളം പോയിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്ന എൻ്റെ എല്ലാ വെജിറ്റബിൾസിൻ്റെയും വിത്തുകളും ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും ഫ്രീ ആണ്. അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 5 രൂപ വരെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞതിൻ്റെ എൻ്റെ വാട്സപ്പിൽ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള എല്ലാ വിത്തുകളും ഫ്രീ ആയിട്ട്, അതായത് ഒരു കവറിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കവർ 5 രൂപ സ്റ്റാമ്പ് വെച്ചിട്ട് എൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് മറ്റേ കവറിൽ നിങ്ങൾ അഡ്രസ്സ് വെച്ച് എനിക്ക് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കഴിയുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള വിത്തുകൾ, അത് മുളകാവട്ടെ എന്ത് സാധനങ്ങളായാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ 1K സഹായിച്ച എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും സൗണ്ടൊന്നും എനിക്കില്ല. ബിഗ് താങ്ക്സ് കേട്ടോ. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനില്ല ഇങ്ങനെ ഇവിടെ. കാരണം 4 വർഷമായി ഞാൻ എൻ്റെ ചാനൽ വേണ്ടി. ഇപ്പോഴാണ് എനിക്ക് 1K അടിച്ചത്. ആദ്യമൊക്കെ ചിലർക്കൊക്കെ 1 മാസത്തെ വേണമെങ്കിൽ എനിക്ക് വിഷമം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നാവും. നമുക്കൊരു ദിവസം വരും ഇല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ നിങ്ങൾക്കൊരു ദിവസം വരും. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എനിക്ക് ഒരു സന്തോഷം വന്നാൽ അപ്പോൾ തന്നെ ഒരു ദുഃഖം ഉണ്ടാവും. അത് മാറി വീണ്ടും എനിക്ക് നന്മ വരും. അതുകൊണ്ട് ഞാൻ തളരുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എൻ്റെ കസ്റ്റമേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഫ്രീ ആണ് കേട്ടോ. ഈ വിത്തുകളൊക്കെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കാരണം മഴ കൊണ്ടിട്ടേ. അപ്പോൾ ഞാൻ കുറേ സഫറിങ് കൂടെ കടന്നു വന്ന വ്യക്തിയാണ്. കാരണം കുറേ അവഗണനകളിലും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിന്ദനങ്ങളും പിന്നെ സ്നേഹം അഭിനയിക്കുന്നവരും ഒക്കെ വന്ന് ഞാൻ ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും അതെല്ലാം ഓവർകം ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തി. അത് ഞാൻ ദൈവത്തോട് നന്ദി പറയണം. കാരണം അന്ന് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്കിങ്ങനെ ആവാൻ പറ്റിയത് അല്ലേ? അതുപോലെ നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുക. ജീവിതത്തിൽ ആദ്യം മുന്നോട്ട് പോകേണ്ട ദൈവത്തിന്. ഈ മനുഷ്യരൊന്നും നമ്മളെ സ്നേഹം നമുക്കുണ്ടാവില്ലെന്നേ. കുറേ പേര് വിരുന്നുകാരെ പോലെ വരും. കുറേ പേര് കുറച്ച് നാൾ സ്നേഹിക്കും. പിന്നെ കുറച്ച് പേര് ഉണ്ടാവും. എന്നാൽ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമുക്ക് കൈപിടിക്കാൻ, നമ്മുടെ ദുഃഖം ഷെയർ ചെയ്യാനായിട്ട് നമുക്കുണ്ടാവുക നമ്മുടെ ദൈവം തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിച്ചവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഒരു കോട്ട് ഇങ്ങനെയുണ്ട്, അതായത് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ പറ്റും. സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് ദൈവത്തിന് സ്വീകാര്യ മനുഷ്യർ. പ്രഭാഷകൻ 1:5 വായിച്ചറിയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കടന്നു വന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. എങ്കിലും ഞാൻ തളരുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ആ എത്തിയതിൽ എനിക്ക് ജോലി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല.
കിട്ടാൻ ആ സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ എങ്കിലും ആ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പറഞ്ഞ ഈ സിനി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ സ്നേഹമാണ്. കാരണം അതില്ലെങ്കിൽ ഞാൻ ഈ വ്യക്തി ഇന്ന് ഉണ്ടായിരിക്കത്തില്ല. മനസ്സിലായോ? അപ്പം എൻ്റെ ഇനി ഓരോ ചെറിയ വീഡിയോസിൽ ഞാൻ എൻ്റെ കുറച്ച് കഥകൾ, കാരണം എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ആരും വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. പിന്നെ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഒട്ടും സപ്പോർട്ടീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർക്ക് ദോഷമാണെന്ന് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യം കുറച്ചൊക്കെ ഞാൻ പറയില്ല. എങ്കിലും കുറച്ച് കഥകൾ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ വന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും കുറേ ദുഃഖങ്ങളുണ്ട്, എന്നാലും ഞാൻ ഇന്നും ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും ജീവിക്കാം. അപ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുക എപ്പോഴും ഒരു പാലത്തിൽ കൂടെ നിന്ന് ഒരു വലിയൊരു പുഴയിൽ നമ്മൾ നിൽക്കുമ്പോൾ പാലത്തിൽ കൂടെ പോകുമ്പോൾ ആ പാലം പൊട്ടാറാവില്ലേ, ആ പൊട്ടാറാവുന്ന ടൈമിലാണ് ഞാൻ അടുത്ത് കാല് വെച്ച പൊട്ടും, ഞാൻ നിലത്ത് വീഴുന്നു. അപ്പം എൻ്റെ ദൈവം കൈ പിടിച്ച് ഉയർത്തും. അതുപോലെ എന്നും അങ്ങനെ തന്നെയാണ്. എനിക്കുള്ള വിശ്വാസം ക്രിസ്ത്യാനികൾക്കറിയാം, അബ്രാഹത്തിൻ്റെ വിശ്വാസമാണ്. അബ്രാഹം എന്ന് പറഞ്ഞ വ്യക്തിക്ക് മക്കളില്ലാണ്ട് സാറ എന്ന ഭാര്യയായിരുന്നു. ഒരു കുട്ടി കൊടുത്താണ് ഇസ്ഹാക്ക്. ദൈവം പറഞ്ഞു ആ കുട്ടീനെ ഇസ്ഹാക്കിനെ ബലി കൊടുക്കാൻ പറഞ്ഞു. ഒട്ടും ഭയമില്ലാണ്ട് അല്ലെങ്കിൽ എന്താ അങ്ങനെ ചെയ്യണേ ദൈവമേന്ന് അബ്രാഹം പറഞ്ഞില്ല. അബ്രാഹം ഭാര്യ അറിയാണ്ട് ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയമലയിൽ പോയിട്ട് അവിടെ കത്തിയെടുത്തിട്ട് കൊല്ലാനാ പോയത് സ്വന്തം മോനെ. ഈ വയസ്സായിട്ട് മക്കളുണ്ടായ ഇത്രയും ഏജിൽ ഉണ്ടായ ഒരു മകനെ കൊടുത്തു. മകനെ കൊല്ലാൻ ഈ അബ്രാഹം തയ്യാറായ എന്തുകൊണ്ടാണ്? അത്രമാത്രം ദൈവവിശ്വാസം ഉണ്ടായിരുന്നു ആ അബ്രാഹത്തിന്. കാരണം അദ്ദേഹത്തിന് അറിയാം, ദൈവം അറിയാണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല എന്ന്. അത് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചും നമ്മളെ ശത്രുക്കളായാൽ പോലും അവരെ സ്നേഹിച്ചും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, അവഗണിക്കുന്നുണ്ടാവും, എല്ലാവരോടൊക്കെ ക്ഷമിച്ച് വെച്ച് ജീവിച്ചല്ലേ. പിന്നെ നീതിയോട് ജീവിച്ച മനുഷ്യരാരും വേണ്ട എൻ്റെ സുഹൃത്തുക്കളെ. ദൈവം നമുക്ക് കൂട്ടുണ്ടാവും. നീ നീതിയോടെ ജീവിക്കുക, നിനക്ക് ദൈവം ഉണ്ടാവും. ഈ ദൈവത്തിന് കൂട്ടുപിടിച്ചവർക്ക് എപ്പോഴും സാധനങ്ങളായിരിക്കും. മനസ്സിലായി? എനിക്കിപ്പോഴും കുറേ ദുഃഖങ്ങളുണ്ട്, എങ്കിലും അതിലെല്ലാം ഞാൻ പിടിച്ചേക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ ഓരോ വീഡിയോസിൽ ഞാൻ കൊച്ചു എൻ്റെ സഹനങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്സ് ഞാൻ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. നാളെ ഞാൻ ശരി വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറ്റില്ല, സൗണ്ടൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കുറവുകൾ വ്യക്തിയാണ്. എല്ലാവരും അല്ലേ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. എല്ലാ വ്യക്തികളും പൂർണ്ണരല്ല, എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ കളിയാക്കും. ഇപ്പോൾ എൻ്റെ സൗണ്ട് ഉറക്കെയാണ്, പിന്നെ ഇത് സ്പീഡാണ് എൻ്റെ സൗണ്ട്, പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് ഇംഗ്ലീഷും ശരിക്കും അറിയത്തില്ല. മനസ്സിലായി? അന്ന് അത്യാവശ്യം പേര് ഹാൻഡിൽ ചെയ്യാൻ ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ പരിഹാസമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ തളരരുത്, നമ്മൾ മുമ്പോട്ട് തന്നെ പോവാം. ആര് കുറ്റപ്പെടുത്തിയ പൈസാലും നമ്മളെ കണ്ടാമൃഗത്തിന് തൊലി കിട്ടിയെന്ന് പറയാം, അത് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ അന്നാലും നമുക്ക് ചെയ്യും, നമുക്ക് തോൽവികളുണ്ടായിരിക്കും. എനിക്ക് ഫുൾ തോൽവിയായിരുന്നു ആദ്യം. എൻ്റെ കൂട്ടുകാരെ ഫുൾ തോപ്പിട്ട് അവസാനമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നതിൽ എത്തിപ്പെട്ടത്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, അത്രമാത്രം എനിക്ക് വ്യൂവേഴ്സോ ഒന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എൻ്റെ കഥ കുറച്ച് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടീവായിരിക്കും. മനസ്സിലായോ? ഞാൻ എൻ്റെ ഓരോ വീഡിയോസിൽ പറഞ്ഞ എൻ്റെ കഥ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓരോ അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു പാൻറ്റ് വാങ്ങിക്കാനൊക്കെ ഞാനിങ്ങനെ വീഡിയോ നോക്കിയിരിക്കണം. ഈ ഓർക്കിഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സത്യമാണ്. ഈ ഓർക്കിഡൊക്കെ പണ്ട് പണക്കാരുടെ പ്ലാന്റ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് സിനി വർഗീസ് എന്നായിരുന്നു. എൻ്റെ അപ്പൻ്റെ പേര് വർഗീസ്, എൻ്റെ അമ്മ സിസിലി, എൻ്റെ ബ്രദർ വിനിൽ. എൻ്റെ വീട് ഒല്ലൂരായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കടിച്ചു വിട്ട സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ണുത്തി അടുത്ത് മാടക്കത്ര എന്ന കൊച്ചു ഗ്രാമമാണ്. കൊച്ചു ഗ്രാമമായാലും അറിയപ്പെടുന്നത് മിനി ബാംഗ്ലൂരിൽ നിന്നാണ്. ആദ്യം എനിക്ക് ഗ്രാമമേ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മളെ ദൈവം ഒന്നും അറിയാണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സാധനങ്ങൾ തരില്ല. അന്ന് അങ്ങനെ സാധനം തന്നത് ഞാൻ ഇവിടെ എത്തിയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇതൊക്കെ ആവാൻ പറ്റിയത്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഞാൻ, ഒന്നുമല്ല. എങ്കിലും ഞാൻ പറയുന്നില്ലേ, നമുക്ക് ദൈവം ഉണ്ടാവും കൂട്ടിന്, ആരില്ലെങ്കിലും നീതിയോടെ ജീവിക്കുക. ഞാൻ കുറേ ധ്യാനത്തിനും അങ്ങനെ ഞാൻ പോകാറില്ല, ദൈവത്തിനെ വിളിക്കും. പിന്നെ ഞാൻ പോകാറുണ്ട് എല്ലാ ഫ്രൈഡേയ്സ്, എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പുത്തമ്പള്ളി എന്ന് പറയും, തൃശ്ശൂർക്കാർക്ക് അറിയാം, ഡോളേഴ്സ് ചർച്ച്.
അവിടെ വ്യാകുല മാതാവിൻ്റെ മാതാവാണ് എൻ്റെ ആശ്രയമായിരുന്നത്. ഇന്ന് യേശുവോടുകൂടിയല്ല പറയാം, മാതാവിനോടെ പറയുക എല്ലാ ദുഃഖങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി നന്ദി അറിയിക്കുന്നു. എന്നെ 1K സഹായിച്ച എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എന്നെ ഇപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ ബിഗ് താങ്ക്സ്, നന്ദി അറിയിക്കുന്നു. ഇനി നീ സപ്പോർട്ടീവ് ഉണ്ടായിരിക്കണം. പിന്നെ എന്നോട് ചിലർ പറഞ്ഞേ എൻ്റെ കഥ കേട്ടിട്ട് ചിലർക്ക് എൻ്റെ കഥ അറിയുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ കുറച്ച് പറയുന്നത് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒന്നും സപ്പോർട്ടീവല്ല ഈ വീഡിയോ ചെയ്യുന്നതോടൊന്നും. ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തന്നെയാണ്. അപ്പോൾ കുറേ കുറവുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കുറവുകൾ വരുന്നുണ്ട്, ക്ഷമിച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരിക്കൽ കൂടി താങ്ക്സ്, നന്ദി. ഈ കാണുന്ന മുളകുകളും വിത്തുകളൊക്കെ ഇതിലുണ്ട്, ഇതെല്ലാം അവൈലബിൾ ആയാണ്. അപ്പോൾ അത് വേണ്ടവർക്ക് ഞാൻ തരാവുന്ന എൻ്റെ കസ്റ്റമേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്കറിയാം, ഒരു 5-8 മാസം മുതൽ വീഡിയോ കണ്ട് ഞാൻ ഫ്രീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബജിമുളകാണിത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്. എനിക്കിത് കിട്ടിയതൊക്കെ എക്സ്ചേഞ്ച് പോലെ ഫ്രീ ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പിന്നെ എന്താ പറയുക, പേര് മറന്നു, ശംഖുപുഷ്പത്തിൻ്റെ ഇത് ആ സീഡൊക്കെ തരാം കേട്ടോ. അതിൻ്റെ ഉള്ളതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഫ്രീ കട്ടിങ്സ് ഞാനത് കട്ട് ചെയ്ത് കളയാൻ പോണതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്നും ചെയ്യാത്ത കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ലേ, വ്യൂവേഴ്സ് ഉണ്ടായതിനെ കഴിയുന്ന അവർക്ക് ഫ്രീ കൊടുക്കുന്നുള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.